പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ഉണ്ടോ. മസാല റൈസ് എന്നോ എഗ് റൈസ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരി കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് മുട്ട ഇരിപ്പുണ്ടായി, അതൊന്ന് ചിക്കി പൊരിച്ചെടുത്തു മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉള്ള പച്ചക്കറികളെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ കുറച്ച് ബീൻസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അത് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ചെറിയ രീതിയിൽ കിടന്ന് നല്ല ഫ്രൈ ആയി വരും പൊട്ടറ്റോ ഒക്കെ, അടിപൊളിയാണ് ആ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതിന് ശേഷം ഇവിടെ കുറച്ച് ചീര ഇരിപ്പുണ്ടായി, അപ്പോൾ അത് കളറിന് വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചു. അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് മസാലകളെല്ലാം ഇട്ട് വെച്ച് വേവിച്ചിട്ടുള്ള പച്ചരി, നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷനരി ഇല്ലേ അത് ഉപയോഗിക്കാം, സാധാ അരി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ കിട്ടിയത് ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല മറ്റേ ബിരിയാണിയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് എല്ലാം കൂടി ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ തുറന്നിട്ട് ഞാൻ അത് നന്നായിട്ട് പ്ലേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു കുടുംബ ബിരിയാണിയിലേക്ക് അതെടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ചു. അതിൻ്റെ കൂടെ നാരങ്ങച്ചാറ് അടിപൊളിയാണ്. പിന്നെ സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന ഐറ്റംസാണ് ഇതൊക്കെ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റെസിപ്പി വേറെ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം, ഉള്ള എന്ത് സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ പച്ചരി പെട്ടെന്ന് വേഗം എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്. ഓക്കെ.